കാര്യവട്ടം ക്യാമ്പസിൽ KSU നേതാവിനെ SFI മർദ്ദിച്ച സംഭവം ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് ഇന്ന് VC-ക്ക് കൈമാറും. ഹോസ്റ്റലിൽ ഇടിമുറി ഇല്ലെന്ന റിപ്പോർട്ടിലെ കണ്ടെത്തലെന്ന സൂചന. സാന്റോസിനെ മെൻസ് ഹോസ്റ്റലിലെ ഇടിമുറിയിൽ മർദ്ദിച്ചു എന്നായിരുന്നു ആരോപണം. ആതിര സാരസ്വത് നൽകും വിവരങ്ങൾ. ആതിര, ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് ഇന്ന് കൈമാറും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് റിപ്പോർട്ടിലുണ്ടാകാൻ സാധ്യത? ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ എങ്ങനെയായിരിക്കും ആതിര? അതിര KSU ജില്ലാ ജനറൽ സെക്രട്ടറി സാന്റോസിനെ മെൻസ് ഹോസ്റ്റലിലെ ഇടിമുറിയിൽ വെച്ച് മർദ്ദിച്ചു എന്നായിരുന്നു ആരോപണം. എന്തായാലും സംഭവത്തിൽ ആഭ്യന്തര റിപ്പോർട്ട് ഇന്ന് VC-ക്ക് കൈമാറുമെന്നാണ് അറിയാൻ കഴിയുന്നത്. 3 പ്രൊഫസർമാർ അടങ്ങിയ സംഘമാണ് ഈ കേസ് അന്വേഷിച്ചത്. അവർ നൽകുന്ന ആഭ്യന്തര റിപ്പോർട്ടായിരിക്കും VC-ക്ക് കൈമാറുക. അതായത് ഇതിൽ പറയുന്നത് ഹോസ്റ്റലിൽ ഇടിമുറിയില്ല എന്ന് റിപ്പോർട്ടിൽ കണ്ടെത്തലെന്നാണ് സൂചന ലഭിക്കുന്നത്. അക്രമത്തിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടില്ല. ക്യാമറകൾ കാലാവധി കഴിഞ്ഞത് മൂലം രഹിതമാണെന്നും പറയുന്നു. ഹോസ്റ്റലിലടക്കം സുരക്ഷ വർദ്ധിക്കാൻ തീരുമാനമായിട്ടുണ്ട്. ഹോസ്റ്റൽ പരിസരത്ത് കൂടുതൽ ക്യാമറകൾ വെക്കും. ഇതിന് ടെൻഡർ നടപടിയും കൊടുത്തിട്ടുണ്ട്. പുറത്തു നിന്നുള്ള വാഹനങ്ങൾക്ക് പൂർണ്ണമായും നിയന്ത്രണം ഏർപ്പെടുത്തും. ബൂം ബാരിയർ ട്രാഫിക് സിസ്റ്റം സ്ഥാപിക്കുന്നതായിരിക്കും. വാഹനങ്ങൾ തടയുന്നതിനുള്ള ഓട്ടോമാറ്റിക് സിസ്റ്റവും സ്ഥാപിക്കും. സർവകലാശാല വാഹനങ്ങൾ മാത്രം ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പുറത്തു നിന്നുള്ള വാഹനങ്ങൾ വന്നാൽ ഇത് തുറക്കുകയുമില്ല. ഇവർ പ്രത്യേകം അനുമതി നൽകിയാലേ ഈ പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് അകത്തേക്ക് കടക്കാനാകൂ. നിശ്ചിത സമയപരിധിക്കുള്ളിൽ പോയില്ലെങ്കിൽ അലേർട്ടും ലഭിക്കും. ഇത്തരത്തിലുള്ള ആധുനിക സംവിധാനങ്ങളൊക്കെ തന്നെ സുരക്ഷയുടെ ഭാഗമായി ഇനി കാര്യവട്ടത്ത് സ്ഥാപിക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ആതിര. ശരി, കാര്യവട്ടം ക്യാമ്പസിൽ KSU നേതാവിനെ മർദ്ദിച്ച സംഭവത്തിലാണ് ഇപ്പോൾ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് കൈമാറുന്നത്. അന്വേഷണ റിപ്പോർട്ട് ഇന്ന് VC-ക്ക് കൈമാറുമെന്നാണ് മനസ്സിലാകുന്നത്. അന്വേഷണം നടത്തിയത് 3 വകുപ്പുകളിലെ പ്രൊഫസർമാർ അടങ്ങുന്ന സമിതിയാണ് എന്നുമാണ് മനസ്സിലാക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആതിര സാരസ്വത് തിരുവനന്തപുരത്ത് നിന്നും.